കൊച്ചി കോർപ്പറേഷൻ സീറ്റ് വിഭജനത്തിൽ എൻഡിഎയിൽ ഭിന്നത. സ്ഥാനാർത്ഥി പ്രഖ്യാപന ചടങ്ങിൽ നിന്ന് BDJS ഇറങ്ങിപ്പോയി. നിതിൻ വീണ്ടും ചേരുന്നുണ്ട്. നിതിൻ, തിരുവനന്തപുരത്തും വലിയ ഭിന്നത വിഷയത്തിലുണ്ട്. BDJS അവിടെ ഒറ്റയ്ക്ക് മത്സരിക്കുമെന്നൊക്കെ പറയുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ കൊച്ചി കോർപ്പറേഷനിലും അതേ ഭിന്നത BDJS ഉണ്ടാക്കുന്നത്. എന്താണ് BDJSന്റെ ആവശ്യം? സംസ്ഥാനത്ത് പലയിടത്തും ഈ സീറ്റുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട് BJPയും BDJSും തമ്മിൽ വലിയ തർക്കം നിലനിൽക്കുന്നുണ്ട്. അതിനിടയിലാണ് ഇത്തരത്തിൽ ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപന വേളയ്ക്ക് അല്പം മുൻപ്, സ്ഥാനാർത്ഥി പ്രഖ്യാപന ചടങ്ങ് നടക്കുന്നതിന് അല്പം മുൻപ് ഇവിടെ നിന്നും BDJS പ്രവർത്തകർ, BDJS നേതാക്കൾ ഇറങ്ങിപ്പോയത്. അവർ ഇവിടെ ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് ഇവിടെ എത്തിയിരുന്നു. ഈ ചടങ്ങുമായി ബന്ധപ്പെട്ട് അതിൽ പങ്കെടുക്കാനായി അവർ ഇവിടെ എത്തിയിരുന്നു. പക്ഷേ അവർ ആ പരിപാടി തുടങ്ങുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ചടങ്ങ് തുടങ്ങുന്നതിന് മുമ്പ് ഇവിടെ നിന്ന് വിട്ടുപോവുകയായിരുന്നു. അതായത് 7 സീറ്റിലാണ് നിലവിൽ തർക്കം നിലനിൽക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. 8 സീറ്റുകളായിരുന്നു തുടക്കത്തിൽ BDJS ചോദിച്ചിരുന്നത്. അതിൽ 3 സീറ്റ് അനുവദിക്കാമെന്ന് BJP പറയുകയും ചെയ്തു. പക്ഷേ പിന്നീട് BDJS 10 സീറ്റ് വരെ ചോദിച്ചെന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ഏതായാലും 7 സീറ്റുകളിൽ നിലവിൽ BDJSുമായി തർക്കം നിലനിൽക്കുന്നുണ്ട്. അല്പം മുൻപ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സുരേഷ് പറഞ്ഞത് അത് അവരുമായി സംസാരിച്ച് അവർക്ക് 2 കൂട്ടർക്കും അനുയോജ്യമായ വിധത്തിൽ ഈ പ്രശ്നം പരിഹരിക്കുമെന്നാണ്. ഏതായാലും BDJS പ്രവർത്തകർ നിലവിൽ സംസ്ഥാന നേതൃത്വം ഇതുമായി ബന്ധപ്പെട്ട് തീരുമാനങ്ങൾ എടുക്കട്ടെ എന്നാണ് നിലവിൽ ജില്ലാ നേതൃത്വവുമായി നമ്മൾ ബന്ധപ്പെട്ടപ്പോൾ അവർ പറഞ്ഞിരിക്കുന്നത്. ഈ കൊച്ചി കോർപ്പറേഷനിലെ സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട് ഇനിയുള്ള ചർച്ചകൾ അത് സംസ്ഥാന നേതൃത്വം നേരിട്ടായിരിക്കും തീരുമാനിക്കുക എന്നാണ് നിലവിൽ BDJS പറഞ്ഞിട്ടുള്ളത്. ഏതായാലും ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപന ചടങ്ങുമായി ബന്ധപ്പെട്ട് അവർ അവിടെ എത്തിയിരുന്നു. പക്ഷേ NDAയുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപന ചടങ്ങ് ആരംഭിക്കുന്നതിന് തൊട്ട് മുമ്പ് അവർ ഇവിടെ നിന്ന് ഇറങ്ങി പോവുകയും ചെയ്തു. തന്നെയാണ്. ശരി നിതിൻ.